ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് APIയുടെ ഡിഫറെൻറ്റ് ഒതൻറ്റിക്കേഷൻ മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ API എന്താണെന്നും വെബ് ഹുക്ക് എന്താണെന്നും ഉള്ളൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ API എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ API എന്താണെന്ന് അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കാണാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് API ഒതൻറ്റിക്കേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനപ്പെട്ട 4 API ഒതൻറ്റിക്കേഷൻസ് മെത്തേഡുകളാണ് ഉള്ളത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് മനസ്സിലാക്കാവുന്ന രീതിയിൽ എന്തൊക്കെയാണ് ഈ ഒരു APIയുടെ ഒതൻറ്റിക്കേഷൻ മെത്തേഡ്സ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് API ഒതൻറ്റിക്കേഷൻ നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മളൊരു വലിയ ഒരു മ്യൂസിക് കൺസേർട്ട് അല്ലെങ്കിൽ ഒരു VIP പാർട്ടിക്ക് പങ്കെടുക്കാൻ പോവുകയാണെന്ന് കരുതുക. അവിടെ ഗേറ്റിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും അല്ലേ. നമ്മൾ ചുമ്മാ ചെന്ന അകത്തേക്ക് നമ്മളെ കയറ്റി വിടൂല സെക്യൂരിറ്റി ഗാർഡ്. പകരം നമ്മളുടെ കയ്യിലൊരു ടിക്കറ്റ് അല്ലെങ്കിൽ ഒരു VIP പാസ് ഉള്ളത് ഗാർഡിനെ നമ്മൾ കാണിക്കണം. ആ പാസ് ആ ഗാർഡ് അല്ലെങ്കിൽ ആ ഒരു ടിക്കറ്റ് പരിശോധിച്ച് അത് ഒറിജിനൽ ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമായിരിക്കും ആ സെക്യൂരിറ്റി ഗാർഡ് നമ്മളെ അകത്തേക്ക് വിടുകയുള്ളൂ. ഈ ഒരു എക്സാമ്പിളിൽ ഗേറ്റിൽ നിൽക്കുന്ന ഗാർഡാണ് നമ്മുടെ API. നമ്മുടെ കയ്യിലുള്ള ടിക്കറ്റാണ് നമ്മുടെ ഒതൻറ്റിക്കേഷൻ കീ അല്ലെങ്കിൽ ടോക്കൺ എന്ന് പറയുന്നത്. അകത്ത് നടക്കുന്ന പാർട്ടിയാണ് നമ്മുടെ സെർവറിലുള്ള ഡേറ്റ എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്റർനെറ്റ് ത്രൂ ഒരാൾ അല്ലെങ്കിൽ ഒരു വെബ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മുടെ സെർവറിലുള്ള ഡേറ്റ ചോദിച്ചു വരുന്ന സമയത്ത് ഇത് ചോദിക്കാൻ ഇയാൾക്ക് അവകാശമുണ്ടോ എന്ന് സെർവർ പരിശോധിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ API ഒതൻറ്റിക്കേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി കുറച്ച് റിയൽ വേൾഡ് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ വെതർ ആപ്പ് കൺസിഡർ ചെയ്യാം. നമ്മുടെ ഫോണിൽ വെതർ ആപ്പ് എങ്ങനെയാണ് മഴയാണോ വെയിലാണോ എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നത്. ആ ഒരു ആപ്ലിക്കേഷന് സ്വന്തമായിട്ട് പോയി ചെക്ക് ചെയ്യാനായിട്ടുള്ള കഴിവുകളൊന്നുമില്ല. പക്ഷേ ഓപ്പൺ വെതർ മാപ്പ് പോലെയുള്ള വലിയ സെർവറുകളുടെ API വഴിയാണ് ഇത് ഡേറ്റ എടുക്കുന്നത്. ഇപ്പോൾ ലോകത്ത് ലക്ഷക്കണക്കിന് ആപ്പുകൾ ഈ സെർവറിലേക്ക് റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അപ്പോൾ ഏത് ആപ്പാണ് ഡേറ്റ ചോദിക്കുന്നത് എന്ന് സെർവർ മനസ്സിലാക്കാൻ ഓരോ ആപ്പിനും ഓരോ API കീ കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു API കീ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും സെർവർ എന്ത് ചെയ്യുക, ഡേറ്റ തിരിച്ചു കൊടുക്കുകയുള്ളൂ. ഇനി രണ്ടാമതൊരു എക്സാമ്പിൾ എടുക്കാം. സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോയിലെ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. നമ്മൾ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡെലിവറി ബോയ് എവിടെ എത്തി എന്ന് കാണാൻ ഒരു മാപ്പ് വരാറില്ലേ. സ്വിഗ്ഗി സ്വന്തമായി ഉണ്ടാക്കിയ മാപ്പ് അല്ലാതെ അവർ ഗൂഗിൾ മാപ്സ് API ആണ് അതിനായിട്ട് യൂസ് ചെയ്യുന്നത്. സ്വിഗ്ഗി ഗൂഗിളിന് അവരുടെ ഒതൻറ്റിക്കേഷൻ കീ അല്ലെങ്കിൽ API കീ കൊടുത്തിട്ടാണ് ഈ ആപ്പ് നമ്മുടെ ഫോണിൽ കാണിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം, എന്തിനാണ് നമ്മൾ ഈ ഒരു API ഒതൻറ്റിക്കേഷൻ യൂസ് ചെയ്യുന്നത്? പ്രധാനമായിട്ടും 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സെക്യൂരിറ്റിക്കും പ്രൈവസിക്കും വേണ്ടിയാണ്. ഒന്ന് ഈ ഒരു സിനാരിയോ ഒന്ന് ചിന്തിച്ചു നോക്കട്ടോ. API വഴി ഒരു ബാങ്കിലെ അക്കൗണ്ട് വിവരങ്ങൾ എടുക്കാൻ യാതൊരു പാസ്വേഡോ ആവശ്യം ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആർക്കും ആരുടെ അക്കൗണ്ടിലെ ഡേറ്റ വേണമെങ്കിലും എടുക്കാനായിട്ട് പറ്റും അല്ലെ. അത് തടയാനും യൂസേഴ്സിന്റെ പ്രൈവസി ആയിട്ടുള്ള ഡേറ്റാസ് ചോർന്നു പോകാതിരിക്കാനും വേണ്ടിയിട്ട് ഒതൻറ്റിക്കേഷൻ വളരെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബില്ലിംഗ് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ സ്വിഗ്ഗിയുടെ അല്ലെങ്കിൽ സൊമാറ്റോയുടെ എക്സാമ്പിൾ പറഞ്ഞ ഗൂഗിൾ മാപ്പിന്റെ ഉദാഹരണം നമുക്ക് എടുക്കാം. ഗൂഗിള് മാപ്പ് നമുക്ക് ഫ്രീ ആണെങ്കിലും സ്വിഗ്ഗി അതുപോലെ സൊമാറ്റോ ഉബർ പോലെയുള്ള വലിയ കമ്പനികൾക്ക് അവരത് ഫ്രീ ആയിട്ടല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ദിവസം ഇത്ര ലക്ഷം പേര് മാപ്പ് നോക്കി അല്ലെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിള് സ്വിഗ്ഗിയിൽ നിന്ന് അതിനനുസരിച്ചുള്ള പണം ഈടാക്കും. ഏത് കമ്പനിയാണ് എത്ര തവണ API ഉപയോഗിച്ചു എന്ന് ഗൂഗിളിന് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു API ഒതൻറ്റിക്കേഷൻ ത്രൂ ആണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആക്സസ് കൺട്രോൾ ആണ്. ഒരു ആപ്പിൽ തന്നെ സാധാരണ യൂസറും അഡ്മിൻ യൂസറും ഉണ്ടാകും അല്ലെ. സാധാരണ യൂസർ API വിളിക്കുമ്പോൾ അവരുടെ സ്വന്തം വിവരങ്ങൾ മാത്രമേ കാണാനായിട്ട് പാടുള്ളൂ. എന്നാൽ ഒരു അഡ്മിൻ API വിളിക്കുമ്പോൾ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കാണണം. ഒരേ API ആണെങ്കിലും റിക്വസ്റ്റ് അയക്കുന്നത് ആരാണെന്ന് ഒതൻറ്റിക്കേഷൻ വഴി തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട ഡേറ്റ മാത്രം നൽകാനായിട്ടും
ഈ ഒരു പ്രോസസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ API ഒതൻറ്റിക്കേഷൻ എന്താണെന്നും എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്നും വ്യക്തമായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഡെവലപ്പർമാരൊക്കെ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന 4 പ്രധാനപ്പെട്ട ഒതൻറ്റിക്കേഷൻ മെത്തേഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. മെത്തേഡ് നമ്പർ 1 എന്ന് പറയുന്നത് API കീസ് ആണ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു രീതി. സെർവർ നിങ്ങൾക്ക് ഒരു ലോങ് ആയിട്ടുള്ള ഒരു സീക്രട്ട് കോഡ് തരും നമുക്ക്. ഇതൊരു വീടിന് നമ്മളൊരു താക്കോല് യൂസ് ചെയ്യുന്നത് പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾ എപ്പോഴൊക്കെ സെർവറിലേക്ക് ഡേറ്റ ചോദിച്ചു വരുന്നുണ്ടോ ഈ ഒരു API കീ കൂടെ നമ്മൾ സെർവറിലേക്ക് സെൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ വെതർ ആപ്ലിക്കേഷനിലും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിൻ്റെ ആപ്ലിക്കേഷനിലും ഒക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡാണ്. ഈ API കീ യൂസ് ചെയ്തിട്ടാണ് ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. പക്ഷേ ഇതിനൊരു പ്രോബ്ലം ഉണ്ട്. ഈ ഒരു കീ അല്ലെങ്കിൽ ഈ ഒരു താക്കോല് ആരെങ്കിലും മോഷ്ടിച്ചെന്ന് കരുതുക, അല്ലെങ്കിൽ ഹാക്ക് ചെയ്തു എന്ന് കരുതുക. അവർക്ക് നമ്മളുടെ പേരിൽ ഈ API ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ ബാങ്കിങ് പോലെയുള്ള വളരെ സെക്യൂരിറ്റി ആവശ്യമുള്ള കാര്യങ്ങൾക്ക് നമ്മൾ API കീസ് മാത്രം ഉപയോഗിക്കുക ചെയ്യാറില്ല. രണ്ടാമത്തെ മെത്തേഡാണ് ബേസിക് ഒതൻറ്റിക്കേഷൻ എന്നുള്ളത്. ഇവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും ഒന്നിച്ച് ചേർത്ത് സെർവറിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്. പക്ഷെ വെറുതെ അയക്കുമല്ല നമ്മളിവിടെ ചെയ്യുന്നത്, അതിനെ ബേസ് 64 എന്നൊരു ഫോർമാറ്റിലേക്ക് മാറ്റും. അതായത് എൻകോഡ് ചെയ്യും നമ്മൾ ഈ ഒരു യൂസർ നെയിമിനെയും പാസ്വേഡിനെയും. അപ്പോൾ HTTP ഹെഡറിൽ ഓതറൈസേഷൻ എന്ന ഭാഗത്താണ് നമ്മൾ അയക്കുന്നത്. ഇതിൻ്റെ യൂസസ് എന്ന് വെച്ചാൽ എല്ലാ വെബ് ബ്രൗസറുകളും ഇത് സപ്പോർട്ട് ചെയ്യും. വളരെ വേഗത്തിൽ തന്നെ കോഡ് ചെയ്യാനായിട്ടും എളുപ്പമാണ് ഈ ഒരു ഒതൻറ്റിക്കേഷൻ മെത്തേഡ്. ഈ ഒരു ഒതൻറ്റിക്കേഷൻ മെത്തേഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ബേസ് 64 എന്നത് ഒരു എൻക്രിപ്ഷൻ അല്ല എന്നുള്ളതാണ്. അത് ഒരു എൻകോഡിംഗ് ഫോർമാറ്റാണ്. ഓക്കെ, അതായത് ആർക്ക് വേണമെങ്കിലും ആ കോഡ് കിട്ടിയാൽ അത് എളുപ്പത്തിൽ തിരിച്ച് യൂസർ നെയിമും പാസ്വേഡും ആക്കി മാറ്റാനായിട്ട് ഡീകോഡ് ചെയ്യാനായിട്ട് കഴിയും. എവിടെയാണ് നമ്മൾ ഈ ഒരു ബേസിക് ഒതൻറ്റിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങളുടെ കമ്പനിക്കുള്ളിൽ മാത്രമുള്ള ഇൻറ്റേർണൽ ടൂൾസുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ വളരെ ബേസിക് ആയ ടെസ്റ്റിങ്ങിനോ ഒക്കെ മാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് പാടുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ബേസിക് ഒതൻറ്റിക്കേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. നമ്മളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നിർബന്ധമായിട്ടും HTTPS അതായത് SSL സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമത്തേതാണ് ഇന്നത്തെ കാലത്തെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള JSON വെബ് ടോക്കൺസ് അല്ലെങ്കിൽ JWT എന്ന് പറയുന്നത്. ഇത് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നമ്മുടെ ശരിയായിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യും. സെർവർ അത് ശരിയാണോ എന്ന് നോക്കിയിട്ട് നമുക്കൊരു ടോക്കൺ ഉണ്ടാക്കി തരും. ഈ ടോക്കണിനകത്ത് നമ്മളുടെ പേരോ യൂസർ ID ഒക്കെ വളരെ സേഫായിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ അടുത്ത തവണ ഡേറ്റ് ചോദിക്കാൻ പോകുന്ന സമയത്ത് പാസ്വേഡ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം HTTP ഹെഡറിൽ ഓതറൈസേഷൻ ബെയറർ എന്നിട്ട് നമ്മുടെ ടോക്കണും വെച്ച് കൊടുത്താൽ മതി. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് സ്റ്റേറ്റ്ലെസ് ആണ്. അതായത് സെർവറിന് നമ്മളെ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ടോക്കൺ മാത്രം നോക്കിയാൽ മതി, സെർവറിന് നമ്മളെ മനസ്സിലാവും. ഇത് വലിയ ആപ്പുകൾ ഉണ്ടാക്കുമ്പോഴും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒതൻറ്റിക്കേഷൻ മെത്തേഡാണ്. കൂടാതെ ഇതിനൊരു എക്സ്പയറി ടൈം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഉദാഹരണത്തിന് 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ ടോക്കൺ വർക്കാകില്ല. അത് നമുക്ക് എന്താണ്, ഒരു സെക്യൂരിറ്റി കാര്യങ്ങൾ നമുക്ക് കൂട്ടാനായിട്ട് ഈ ഒരു മെത്തേഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളൊരു പുതിയ മൊബൈൽ ആപ്പോ അല്ലെങ്കിൽ റിയാക്ട്, ആംഗുലർ ഒക്കെ പോലെയുള്ള സിംഗിൾ പേജ് ആപ്ലിക്കേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി യൂസ് ചെയ്യേണ്ടത് ഈ ഒരു JSON വെബ് ടോക്കൺസ് ആണ്. നാലാമത്തേതാണ് OAuth 2.0. യഥാർത്ഥത്തിൽ ഇതൊരു ഒതൻറ്റിക്കേഷൻ മെത്തേഡ് മാത്രമല്ല, ഇതൊരു ഓതറൈസേഷൻ ഫ്രെയിംവർക്ക് കൂടിയാണ്. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളൊരു പുതിയ ആപ്പിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന് ചോദിക്കാറില്ലേ? അപ്പോൾ ഗൂഗിൾ നമ്മുടെ അടുത്ത് ചോദിക്കും, ഈ ഒരു ആപ്പ് നമ്മളുടെ നെയിമും പ്രൊഫൈൽ ഫോട്ടോയും ഒക്കെ ചോദിക്കുന്നുണ്ട്, ആക്സസ് കൊടുക്കട്ടെ എന്നുള്ളത് അല്ലേ? നമ്മൾ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിൾ ആ ആപ്പിന് ഒരു ആക്സസ് ടോക്കൺ കൊടുക്കും. ആ ടോക്കൺ ഉപയോഗിച്ച് നമ്മളുടെ പേര് മാത്രമേ അവർക്ക് എടുക്കാനായിട്ട് പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചർ മാത്രമാണ് അവർക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മളുടെ പാസ്വേഡോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലെ ബാക്കി ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോസ് ഒന്നും അവർക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു
മെത്തേഡാണ് ഓത്ത് 2.0 എന്ന് പറയുന്നത്. യൂസറിൻ്റെ ഡേറ്റയ്ക്ക് ഏറ്റവും വലിയ ഒരു സെക്യൂരിറ്റി നൽകുന്ന ഒരു മെത്തേഡാണിത്. യൂസറിന് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പെർമിഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ച ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള API കീ നമുക്കൊന്ന് N8ൽ ഞാനിവിടെ ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു വെതർ APIയിൽ നിന്നും ഓപ്പൺ വെതറിൻ്റെ APIയിൽ നിന്നും വെതർ ഫെച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വർക്ക് ഫ്ലോ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആകെ ജസ്റ്റ് 3 നോട്ട്സേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ നമ്മൾ ഓപ്പൺ വെതർ മാപ്പിൻ്റെ ഒരു API കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വാല്യൂൻ്റെ ഇവിടെ ആണ് ഈ കൊടുത്തിരിക്കുന്ന API കീ. നമ്മുടെ ഓപ്പൺ വെതർ മാപ്പിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു API കീ കിട്ടും. ആ API കീ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആ API കീ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു URLലേക്ക്, അല്ലെങ്കിൽ ഇവിടെയാണ് നമ്മുടെ സെർവറിൽ ഡേറ്റ ഇരിക്കുന്നത്, ഡേറ്റയിലേക്ക് നമ്മൾ കോൾ വിടുന്ന സമയത്ത് ഈ ഒരു API കീയും കൂടി നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അവർ നമ്മൾ പറയുന്ന ലൊക്കേഷൻ്റെ വെതറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച ഫസ്റ്റ് മെത്തേഡായിട്ടുള്ള API കീ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്, ബേസിക് ഒതൻറ്റിക്കേഷൻ മെത്തേഡായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഠിച്ചത്, നമ്മൾ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ URL ത്രൂ പാസ് ചെയ്യും, എന്നിട്ട് അതിനെ എന്ത് ചെയ്യും, base64 ആയിട്ട് എൻകോഡ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മളിവിടെ യൂസർ നെയിമും പാസ്വേഡും ഇപ്പോൾ ഇവിടെ പാസ് ചെയ്ത് വിടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഹെഡറിൻ്റെ ഉള്ളിൽ ഓതറൈസേഷൻ എന്നുള്ളതിൽ നമ്മൾ ഈ ഒരു base64 എൻകോഡഡ് ഫോർമാറ്റും സെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്യാം. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടോ, ഓതൻറ്റിക്കേറ്റഡ് ട്രൂ എന്നുള്ള രീതിയിൽ നമുക്ക് അപ്പോഴാണ് ഔട്ട്പുട്ടും കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നത്. ഇപ്പം ഞാനിവിടെ ഈ ഒരു പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പാസ്വേഡ് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഈ ഒരു എക്സിക്യൂട്ട് സ്റ്റെപ്പ് കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു തന്നെ ഇപ്പോൾ എറർ മെസ്സേജിലേക്കാണ് പോയത്. ഓക്കെ, അതായത് നമ്മുടെ ഒതൻറ്റിക്കേഷൻ വർക്കായിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം. ഇനി നമ്മൾ മൂന്നാമത് നോക്കിയ JWT ടോക്കൺ വെച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനിവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് URL നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമ്മളിവിടെ ബോഡി പാരാമീറ്റേഴ്സിൻ്റെ ഉള്ളിൽ യൂസർ നെയിമും പാസ്വേഡും പാസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതിന് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാം, നമുക്കിവിടെ ഒരു ആക്സസ് ടോക്കൺ ജനറേറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ആക്സസ് ടോക്കണെയാണ് നമ്മൾ അടുത്തൊരു URLിലേക്ക് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു ആക്സസ് ടോക്കൺ, ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഹെഡറിൻ്റെ ഉള്ളിൽ ഓതറൈസേഷൻ്റെ ഉള്ളിൽ ബെയറായിട്ട് എന്ത് ചെയ്തു, ഈ ആക്സസ് ടോക്കണെയാണ് പാസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ HTMLൻ്റെ ഉള്ളിൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഗെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ JSON ഫോർമാറ്റിലാണ് നമുക്ക് ഡേറ്റ കിട്ടിയിരിക്കുന്നത്. പിന്നെ എന്ത് ചെയ്തു, നമ്മളിവിടെ ഒരു HTML ആക്കിയിട്ട് ഇതിനെ ഫോർമാറ്റ് ചെയ്ത് ഒരു HTML ഫോർമാറ്റിലേക്ക് നമ്മളിവിടെ അതിനെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ലാസ്റ്റ് പറഞ്ഞ മെത്തേഡായിരുന്നു OAuth0 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂഷ്വലി N8ലൊക്കെ നമ്മുടെ ഗൂഗിൾ ഡ്രൈവും അതൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ യൂഷ്വലി എന്താ ചെയ്യുന്നത്, നമ്മളിവിടെ ക്രെഡൻഷ്യൽസ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ N8ൻ്റെ നമുക്ക് കോൾ ബാക്ക് URLും അതുപോലെ ക്ലയൻറ്റ് IDയും ക്ലയൻറ്റ് സീക്രട്ട് കീയും ഒക്കെ നമ്മൾ ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, ഇതെല്ലാം ഈ ഒരു ഒതൻറ്റിക്കേഷൻ മെത്തേഡ് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആണ് നമ്മൾ നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലുള്ള ഇവിടെ ഗൂഗിൾ ഷീറ്റ്സ് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സിക്യൂട്ട് സ്റ്റെപ്പ് കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടി, നമുക്ക് ആ ഒരു ഗൂഗിൾ ഷീറ്റിലുള്ള ഡേറ്റ നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് കിട്ടി. അത് നമുക്ക് അടുത്ത ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആ ഡേറ്റാസ് നമ്മളിവിടെ അഗ്രിഗേറ്റ് ചെയ്തു. പിന്നെ ഇവിടെ ഒരു HTML ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു ഫെച്ച് ചെയ്ത ഡേറ്റാനെ എല്ലാം ഒന്ന് നീറ്റായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 4 ഒതൻറ്റിക്കേഷൻ മെത്തേഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഏതൊക്കെ യൂസ് കേസസ് ആണ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നിങ്ങളൊക്കെ യൂസ് ചെയ്തത് എന്നും ഒന്ന് കമൻറ്റ് ചെയ്യുക, യൂസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.